ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 48 സീറ്റിൽ കുതിപ്പുമായി ബി.ജെ.പി. ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം കടന്നാണ് ബി.ജെ.പിക്ക് മുന്നേറ്റം. നിലവിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയാണ് രണ്ടാമത്. കോൺഗ്രസിന് ഒരു സീറ്റിലും ലീഡില്ല. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. കഴിഞ്ഞ തവണ 62 സീറ്റുകളുമായി മികച്ച വിജയം കൈവരിച്ച ആം ആദ്മി പാർട്ടി 22 സീറ്റുകളിലേക്ക് ഒതുങ്ങി. 27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ ബി.ജെ.പി. 48 സീറ്റുകളുമായി വൻ വിജയമാണ് കൈവരിച്ചത്. തകർച്ചയ്ക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത പ്രഹരമായി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും പരാജയപ്പെട്ടു. ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി.ജെ.പി. നേതാവ് പർവേഷ് വർമ്മയാണ് കേജ്രിവാളിനെതിരെ അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. കേജ്രിവാളിന് പുറമെ ജംഗ്പുര മണ്ഡലത്തിൽ ജനവിധി തേടിയ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും തോറ്റു. അതേസമയം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കൽക്കാജി മണ്ഡലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി വിജയക്കൊടി പാറിച്ചു. ബി.ജെ.പിയുടെ രമേശ് ബിദുരിയെയും കോൺഗ്രസിന്റെ അൽക ലാംബയെയുമാണ് അതിഷി പരാജയപ്പെടുത്തിയത്. മികച്ച വിജയത്തിനായി കഠിന പ്രയത്നം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും വിജയിപ്പിച്ച ജനങ്ങളോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മെട്രോ 7. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.